കണ്ണൂർ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപം മാലിന്യ കൂമ്പാരം. തെക്കി ബസാറിലെ മുനിസിപ്പൽ കൃഷിഭവൻ പരിസരമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായത്. പുറത്തുനിന്നുള്ള മാലിന്യം ചാക്കുകളിലാക്കിയും ഇവിടെ തള്ളുന്നുണ്ട്. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. മാലിന്യമുക്ത കണ്ണൂരിനായുള്ള പോരാട്ടത്തിലാണ് കോർപ്പറേഷൻ. റോഡരികിൽ മാലിന്യം തള്ളുന്ന പ്രവണത ഒരു പരിധിവരെ കുറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ മൂക്കിന് താഴെ മാലിന്യം തള്ളുന്ന അവസ്ഥയാണ് നിലവിൽ. കണ്ണൂർ തെക്കി ബസാറിലെ കൃഷിഭവന് സമീപമാണ് മാലിന്യം തള്ളുന്നത്. കോർപ്പറേഷന്റെ ഉപയോഗശൂന്യമായ ക്വാർട്ടേഴ്സിന്റെ പരിസരമാകെ മാലിന്യ കൂമ്പാരമാണ്. നാടാകെ എലിപ്പനി അടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഈ മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ നിരവധി വീട്ടുകാരും കോർപ്പറേഷന്റെ തന്നെ ശുചീകരണ തൊഴിലാളികളും താമസിക്കുന്നുണ്ട്. ഈ മാലിന്യം നീക്കാൻ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് മാലിന്യ കൂമ്പാരത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഡോക്ടർ അബ്ദുൽ സലാം ഓലയാട്ട് ചോദിക്കുന്നത്. നമുക്കവിടെ ഒരു 2 ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് കോർപ്പറേഷൻ്റെ ആണ്, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആണ്. അത് പൊളിഞ്ഞതിന് ശേഷം ആ സ്ഥലം മുഴുവനും ഒരു മാലിന്യം കൊണ്ടിടുന്ന ഡംപിങ് ഗ്രൗണ്ടായിട്ട് മാറ്റിയിരിക്കുകയാണ്. എവിടുന്നൊക്കെ കൊണ്ടിടുന്നെന്ന് ഒരു ഐഡിയ ഇല്ല. അത് ഏതൊക്കെ സമയങ്ങളിൽ കൊണ്ടിടുന്ന നമുക്ക് ഐഡിയ ഇല്ല. മൊത്തം അത് ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ട് ആ സ്ഥലം പുറത്തുനിന്നൊക്കെ ആളുകൾ വന്നിട്ട് കണ്ടമാനം മാലിന്യം അവിടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് ബാക്കിൽ. ഇതിപ്പോൾ കാണാൻ തുടങ്ങി, ഞാനിപ്പോൾ കാണാൻ തുടങ്ങിയിട്ട് 3-4 വർഷം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അതിന് ആ സമയത്താണ് ഈ പഴയ ക്വാർട്ടേഴ്സ് ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയിലായത്. അവർ 4-5 വർഷമായിട്ട് മാലിന്യം അങ്ങനെ ആളുകൾ കൊണ്ടിടുകയാണ്. പുറത്തുനിന്നാണ് കാര്യമായിട്ട് കൊണ്ടിടുന്നത്. അതിനിപ്പുറം 8 ക്വാർട്ടേഴ്സ് പുതുതായിട്ട് പണിയെടുത്തിട്ടുണ്ട്. അവർക്കും അതൊരു ഭീഷണിയാണ്. ആ ആളുകൾക്ക് താമസിക്കാനും അത് അവിടെ കൊണ്ടിടുന്ന മാലിന്യത്തിൻ്റെ മണം അസഹ്യമായ ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് മാലിന്യം അവിടുന്ന് വൃത്തിയാക്കാനും അത് എന്തെങ്കിലും ഫെൻസ് കെട്ടിയിട്ട് സംരക്ഷിക്കാനും കോർപ്പറേഷൻ ആകണം എന്നാണ് നമ്മോട് പറയാനുള്ളത്. പുറത്തുനിന്ന് ചാക്കിൽ കെട്ടിയടക്കം മാലിന്യം ഇവിടെ കൊണ്ട് തള്ളുന്നുണ്ട്. ആക്രി സാധനങ്ങളും ഇവിടെയുണ്ട്. മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. ഈ മാലിന്യത്തിന് കൂമ്പാരം കൊണ്ട് ആ സ്ഥലം പൊളിഞ്ഞ ആ ക്വാർട്ടേഴ്സിലെ പട്ടികൾ, നായകളുടെ ഒരു സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ കണ്ടമാനം വരവും പോക്കുമാണ്. മാത്രമല്ല വാട്ടർ ലോഗിങ് ഉണ്ട്, വെള്ളത്തിൻ്റെ കെട്ടിക്കിടക്കുണ്ട്. അതുകൊണ്ട് തന്നെ രോഗം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ശുചീകരണ തൊഴിലാളികൾക്ക് സ്വമേധയാ മാലിന്യം നീക്കാൻ സാങ്കേതിക പ്രയാസമുണ്ട്. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗത്തിന്റെ നിർദ്ദേശമുണ്ടെങ്കിലേ ഇത് മാറ്റാൻ അവർക്കാകൂ. ആ അനുമതി മാത്രമാണ് കോർപ്പറേഷൻ അധികൃതർ നൽകേണ്ടത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.